ഹായ് ഓൾ, ഒരു കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. ഞാൻ ജോസഫ്, ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ നിങ്ങളുടെ ലക്ഷ്യത്തിന് അനുയോജ്യമായുള്ള മ്യൂച്വൽ ഫണ്ട് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. എല്ലാവർക്കും എല്ലാ മ്യൂച്വൽ ഫണ്ടും യോജിക്കണമെന്നില്ല. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് മറ്റൊരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതായിട്ട് തോന്നണമെന്നില്ല. ആദ്യം നമ്മൾ മ്യൂച്വൽ ഫണ്ട് എല്ലാം സെലക്ട് ചെയ്യാനുള്ളത് നമ്മൾ ഫിനാൻഷ്യൽ ഗോൾ ആണ് എന്നുള്ളതാണ്. എങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ചുള്ള മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കാം എന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആദ്യം സെറ്റ് യുവർ ഗോൾ എന്നുള്ളതാണ്. നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനനുസരിച്ചുള്ള ഒരു SIP സ്റ്റാർട്ട് ചെയ്യുക. ലക്ഷ്യമില്ലാതെ ഒരിക്കലും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നിക്ഷേപം വീട് വാങ്ങുന്നതിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ റിട്ടയർമെന്റിന് വേണ്ടിയോ, അല്ലെങ്കിൽ NRI ഇൻവെസ്റ്റ്മെന്റിനോ എന്താണെന്നും ആദ്യം ഫിക്സ് ചെയ്യുക. അതിനനുസരിച്ചുള്ള മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് എത്ര വർഷം എന്നുള്ളതാണ്. ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സംബന്ധിച്ചിടത്തോളം ഒരു ഇൻവെസ്റ്റ്മെന്റ് പീരീഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഇൻവെസ്റ്റർ ചിലപ്പോൾ 3 വർഷം to 5 വർഷം വരെ ആകാം, അല്ലെങ്കിൽ 5 to 10 വർഷം വരെ, അല്ലെങ്കിൽ 10ന്റെ മേളിലാകാം. അതിനനുസരിച്ചുള്ള മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എത്ര റിസ്ക് എന്നുള്ളതാണ്. ഏതൊരു ഇൻവെസ്റ്റ്മെന്റിലും അതിനായിട്ടുള്ള റിസ്ക് ഉണ്ട്. റിസ്ക് അനുസരിച്ചുള്ളതാണ് റിട്ടേൺസും നമുക്ക് കിട്ടുന്നത്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ റിസ്ക് കപ്പാസിറ്റി എങ്ങനെയാണെന്ന് നമ്മൾ വിലയിരുത്തുക എന്നതാണ്. ചില ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ, ചിലത് അഗ്രസീവ് ആയിട്ടുള്ള ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു. അതനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നാലാമത്തത് ഗോൾ ബേസ്ഡ് SIP എന്നുള്ളതാണ്. വെറുതെ ഒരു SIP തുടങ്ങുകയല്ല, ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള SIP സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പല ഇൻവെസ്റ്റേഴ്സും ചെയ്യുന്ന കോമൺ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ പറഞ്ഞിട്ട് ഫണ്ട് സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ബെസ്റ്റ് ആയിട്ട് ഫണ്ട് സജസ്റ്റ് ചെയ്യുന്നു, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വെറുതെ ഒരു SIP സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് ഒരു ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള SIP സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് അതൊരു ശീലമായി മാറുകയും ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ചുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുവാൻ സാധിക്കട്ടെ, അതനുസരിച്ച് ഫിനാൻഷ്യൽ ഗോൾസും നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.